ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സാഷ് ബൈ കേളി. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലിപ്കാർട്ട് ഹോളാണ് കൊണ്ടുവരുന്നത്. ഇത് ആദ്യമേ പറയാം, ഒറ്റ ദിവസം കൊണ്ടെടുത്ത വീഡിയോ അല്ല, പല പല ദിവസങ്ങളിലായിട്ടാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് റിസീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴപ്പോഴേ വീഡിയോ എടുത്ത് വെക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എല്ലാം കൂടെ വന്നിട്ട് എടുക്കാനുള്ളൊരു ഒന്നാമത്തെ ക്ഷമയില്ല, രണ്ടാമത്തെ കാര്യം എനിക്ക് അത്രയും ആവശ്യമായിരുന്നു. എനിക്ക് ഓഫീസിൽ മറ്റു സാധനങ്ങളായിട്ട് എനിക്കിവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഒരു അടിയന്തരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള മീഷോയിലെ ഏറ്റവും നല്ല വിലക്കുറവിന് കിട്ടുന്ന സാധനങ്ങൾ ഏത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാനിത് എന്ത് ചെയ്യാനും അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പേഴ്സണലാണ്, ഇതൊരു പ്രൊമോഷനോ അങ്ങനെ ഒരു സംഭവം അല്ല ആദ്യമേ. പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ കൊടുക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ റേറ്റും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതേ സെയിം സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് ബെറ്റർ യൂസ് ആയിരിക്കുമല്ലോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഞാൻ ഒന്നുകൂടെ പറയാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു സാധനവും 1000 rupees 2000 rupeesലോട്ട് പോയിട്ടില്ല. അത് ആദ്യമേ പറയാം, എല്ലാം അണ്ടർ 1000 ആണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ തന്നെ ഒരു 1500-നകത്ത് ഞാൻ വരുന്നത്. ഇതെൻ്റെ ഒരു ബഡ്ജറ്റ് പ്ലാനിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ സ്വയം യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ കൂടെ ആയിട്ടാണ് ഇതിൽ പറഞ്ഞുതരിക. കാരണം പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്കൊരു റിവ്യൂ ഉണ്ടാവുമല്ലോ, ഇതിൽ ക്വാളിറ്റി ഉള്ളതാണോ ക്വാളിറ്റി ഇല്ലാത്തതാണോ. സോ ആ റിവ്യൂവും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാം. ഗോ ടു ദ വീഡിയോ. ഹലോ, അപ്പോൾ എനിക്ക് ആദ്യം വന്നൊരു പ്രോഡക്റ്റ് എന്ന് പറയണത് ഒരു അംബ്രല്ലയാണ്. നമ്മുടെ കുട, സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട. പിന്നെ എനിക്കൊരു കാര്യമായിരുന്നു ബ്ലാക്ക് കളർ എടുക്കണ്ട. കാരണം ബ്ലാക്ക് കളർ ഈ സൺലൈറ്റിനെ ഭയങ്കര അട്രാക്റ്റ് ചെയ്യും എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു. പിന്നെ ഈ പാക്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനാണല്ലോ, നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാനാ, തപപ്രിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു കുടയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പേർപ്പിൾ കളറായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവരുടെ പാക്കിംഗ് ഒക്കെ. ഞാൻ ചേട്ടനോട് പറയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പാക്കിങ്. പിന്നെ കളർ കണ്ടപ്പോൾ ഒന്ന് വണ്ടറായി, കാരണം ബ്ലാക്കും പേർപ്പിളും ഇങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ആ പിടി അത് ഇത്തിരി ലൂസായിരുന്നു, ടു ബി ഫ്രാങ്ക്. പിന്നെ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാനൊന്ന് സ്റ്റക്കായി പോയത്. ഞാൻ ചിരിച്ച് മടുത്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇങ്ങനൊരു സാധനം ഈ കുടയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൊള്ളാം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഡിസൈൻ, ആ സൈഡുകളിൽ ഓരോ ഈ എന്താ പറയാനാ ഈ ഡിസൈൻ പോലെ പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടന്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഉള്ളിൽ ബ്ലാക്കും ഈ കമ്പി എല്ലാം നല്ല ബ്ലാക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി പുറത്ത് ഈ പേർപ്പിൾ കളർ വരുമ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ മാത്രമായിരിക്കും കുട ഉപയോഗിക്കുക. കാരണം വീട്ടിൽ ചേട്ടൻ അങ്ങനെ വലുതായിട്ട് കുട അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്കും എൻ്റെ കളർ പ്രിഫറൻസ് മാത്രം കൊടുത്താൽ മതി എന്ന് കരുതിയിട്ടാണ് ഒരു പേർപ്പിൾ കളറിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് എനിക്ക് എക്സാക്റ്റ് വരുന്നൊരു 250 ആ റേഞ്ചൊക്കെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിക്കും, ബാംഗ്ലൂരിൽ നല്ല ക്ലൈമറ്റ് അല്ലേ, വെയിൽ കുറവല്ലേ, എന്നാലും എന്ത് ചെയ്യണത്? ശരിയാണ്, പക്ഷെ നമുക്ക് സ്കിന്നിന് ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്, മഴയൊക്കെ വരും. പ്രതീക്ഷിക്കാൻ പറ്റാത്ത ക്ലൈമറ്റാണ് ബാംഗ്ലൂരിൽ. നമ്മൾ ചിലപ്പോൾ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല മഴ, എന്നാൽ അതൊരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ടൊക്കെ നിൽക്കുകയും ചെയ്യും. പക്ഷെ പറയാൻ പറ്റില്ല. അടുത്തത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വേറൊരു ദിവസമാണ് കേട്ടോ, ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇരുന്ന് ഓപ്പൺ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് ട്യൂബിൽ വുഡൻ മണി സേവിങ് ബോക്സ് ആണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. മെയിനായിട്ട് താങ്ക് യു കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ വന്നിട്ട് ഗോ ജീവ എന്ന് പറഞ്ഞൊരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിതൊരു 1 lakh വരെ ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. വീണ്ടും ജോബൊക്കെ തുടങ്ങിയല്ലേ, ഒന്ന് സേവ് ചെയ്യാമെന്ന് ഞാനും കരുതി. വലുതായിട്ടൊന്നും നടക്കോ ഇല്ലേ എന്നൊരു ഉറപ്പുമില്ല. പിന്നെ ചെറുതായിട്ട് ചുമ്മാ ചെയ്യാം എന്നത് മാത്രം.
പിന്നെ എന്ത് പറയാനാ, എനിക്കിതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മള് കോയിൻസും ഇടേണ്ടതും. ഇവിടെ നോട്ട് റോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയണ കാര്യമെന്ന് പറയാനാ, നമുക്ക് നമ്മുടെ എമൗണ്ട് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ടില്. നമുക്ക് എത്രയെന്ന് വെച്ചാൽ നമ്മുടെ എത്ര സേവ് ചെയ്തോ അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ലിക്വിഡ് മണി എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം ഇതിൽ സേവ് ചെയ്യാനായിട്ട് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ശേഷം അടുത്ത ദിവസം ഈ ഒരു പാക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് 2 ഇൻ 1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് വന്നിട്ട് ഒരു ലോണ്ടറി ബാഗായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ തുണി, ടോയ്സ് ഇതെല്ലാം ഇടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു അണ്ടർ 200, അതിന് 200, 250 അതിൽ കൂടുതൽ എന്തായാലും പോകത്തില്ല. എനിക്ക് തോന്നുന്നു 200 അത്ര ഇല്ല. ഞാൻ എക്സാക്റ്റ് റേറ്റ് ഇവിടെ മേളിൽ എന്തായാലും കൊടുക്കാം കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇതാ ഈ ബോക്സ് ഈ ഒരു കാണുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഇതായിട്ട് യൂസ് ചെയ്ത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അടുത്ത് വന്നിട്ട് എനിക്ക് ഈ പാക്കേജ് ഇവർ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഒരു സൈഡ് അവർ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തതേ അല്ല. പിന്നെ ആദ്യമേ പറയാം, ഇതൊരു ലാപ്ടോപ്പ് വയ്ക്കാനായിട്ട് ഇപ്പം എനിക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് വയ്ക്കാനായിട്ട് ഒരു കുഞ്ഞു ടേബിളാണ്. എനിക്ക് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ബെഡിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും ഇത്. അങ്ങനെ കണ്ടിട്ട് ഞാൻ ഇത് മേടിച്ചതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റഡി ടേബിളായിട്ടും കൊടുക്കാം. നമുക്കല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ യൂസസ് ആയിട്ടൊക്കെ നമുക്കിതല്ലാണ്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് വളരെ ഉപയോഗമാണ്. കാരണം വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും അവർക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഇത് യൂസബിളായിട്ട് തോന്നി. ഇത് വളരെ എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 400-500ൻ്റെ അകത്താണ്. എനിക്കിത് തോന്നി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എല്ലാത്തിൻ്റെ റേറ്റ് അതിൻ്റെ മേളിൽ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ഇത് മേടിക്കണോ വേണ്ടേ എന്നെല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി കേട്ടോ. ആദ്യമേ ഞാൻ പറയാം, നല്ല ബലവും ക്വാളിറ്റിയൊക്കെ. നമുക്ക് വിചാരിക്കും ഈ ഒരു ക്വാളിറ്റി ഇതിനുണ്ടോ, ഇതിന് പറ്റിയതാണോ. ഇപ്പം കുട്ടികൾ 2 ചാട്ടം ചാടുമ്പം തന്നെ, അല്ലെങ്കിൽ അവർ 2 എഴുത്ത് എഴുതുമ്പം തന്നെ മതിയോ, ഇല്ല. ഇത് നല്ലൊരു സാധനം തന്നെയാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് ഞാൻ വന്നിട്ട് കുറച്ച് വലിയ സാധനം. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് ഡാൻസ് ഓർണമെൻറ്റ്സ് കുറച്ച് കൂടുതലുള്ള ആളാണ്. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം വയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു ഷെൽഫ് മേടിച്ചു. ഞാൻ മേടിച്ചിട്ടുള്ള ഒരു 6 റാക്സിൻ്റെ ഒരു ഷെൽഫാണ്. ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് അവർ നമുക്ക് കുറച്ച് ഈ പറഞ്ഞുള്ള കണക്റ്റേഴ്സ് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ഈ 6 റാക്സും എനിക്ക് പറയാനാണെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഒരു വലിയ എക്സ്പെൻസീവ് എമൗണ്ടിലോട്ടൊന്നും പോകുന്ന സാധനങ്ങളല്ല. വളരെ കുറവായിട്ടുള്ളൊരു സാധനമാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനം. ബട്ട് നമ്മുടെ എല്ലാ സാധനവും ആ ഒരു 6 റാക്കിലായിട്ട് നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. ഇപ്പം നെയിൽ, ലിപ്സ്റ്റിക്സ്, പിന്നെ അതുമല്ലാതെ ഓർണമെൻറ്റ്സുകൾ. നമ്മളിപ്പം ഡെയിലി ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ. ഇനി അതല്ല കുട്ടികളുടെ ആയിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വെക്കാം. കമ്മിങ് ടു മെയിൻ പാർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൃത്യസമയത്താണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിവിടെ ഒരു മാനുവലും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ ഏറ്റവും വലുതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, കണ്ടോളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലുപ്പത്തിൽ. ഞാൻ അത്യാവശ്യം അതിൽ ഓൾറെഡി സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ ചെയ്യരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, ഇനി നിങ്ങൾക്ക് ഇതേ റിലേറ്റഡ് ഏതൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ബാംഗ്ലൂർ തന്നെ ഉണ്ട്. ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഡ്രസ്സസ് വീഡിയോസ്, അങ്ങനെ പല വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ല. സോ ഡു കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.